ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത് എല്ലാവരുടെ ആശിഷിലെ ഈ ലൈവിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. ആശിഷിലെ ഈ പറയുന്നു, ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ DMF-നായി ശ്രമിക്കുന്നു, ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനായി ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നാണ് ആഷിഷയുടെ ലൈവിനകത്ത് പറയുന്നത്. ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഫോറിൻ DMF-ലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴത്തെ സ്കോഡിലുള്ള കോബി പെപ്പറയെ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ആഷിഷ് പറയുന്നത്. തൻ്റെ ഗസ്സാണെന്ന് കൂടെ ആഷിഷ് പറയുന്നു. ഒരു പക്ഷേ കോബി പെപ്പറയെ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് DMF-ന് കിട്ടിയാൽ മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ടീം പോകുള്ളൂ എന്നും കൂടി ആഷിഷ് പറയുന്നു. ബ്ലാസ്റ്റേഴ്സ് DMF-നായി ശക്തമായുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ആഷിഷ് പറയുന്നത്. പിന്നീട് ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടുള്ളത്, അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ST ആയ കരോളിസ് കിംഗിസ് ടീം വിടുമെന്നാണ് ആഷിഷ് പറയുന്നത്. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലീവ് ചെയ്യും കരോളിസ് കിംഗിസ് എന്നും ന്യൂസിൽ പറയുന്നു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ അവസാനിക്കുന്നവരെ ഇപ്പോഴത്തെ പരിശീലകൻ തോമസ് ഷോട്ട്സിനെയും അതേപോലെ തന്നെ TG പുരുഷോത്തമനെയും നിലനിർത്തിക്കൊണ്ട് സീസൺ അവസാനിപ്പിക്കും. ബ്ലാസ്റ്റേഴ്സ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കോച്ചിനെ തന്നെ അടുത്ത സീസണിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനായിട്ടുള്ള ഇൻ്റർവ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ടാർഗറ്റ് ചെയ്ത കോച്ചിനെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മാനേജ്മെൻറ്റ്, കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് മാനേജ്മെൻറ്റ് വിശ്വസിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആഷിഷയുടെ ലൈവിനകത്ത് പറയുന്നത്. അതിനായുള്ള ഇൻ്റർവ്യൂസ് നടത്തുന്നു എന്നും ആഷിഷയുടെ ലൈവിൽ പറയുന്നു.